കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി പ്രതിഫലമില്ലാതെ നിയമിച്ച മല്ലിക സാരാഭായിക്ക് വേതനമായി ലക്ഷങ്ങളൊഴുക്കി സംസ്ഥാന സർക്കാർ. സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല എന്ന വ്യവസ്ഥയോടെയാണ് ചാൻസലർ പദവിയിൽ നിയമിച്ച മല്ലിക സാരാഭായിക്ക് 2 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. സർവകലാശാല ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകാതിരിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ അധിക ചെലവ്. ജനം ബ്രേക്കിംഗ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി പ്രതിഫലമില്ലാതെ മല്ലിക സാരാഭായിയെ നിയമിച്ചെന്നായിരുന്നു സർക്കാർ വാദം. പിന്നീട് ഓണറേറിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലം രജിസ്ട്രാർ സർക്കാരിന് കത്ത് നൽകിയതോടെ കാര്യങ്ങൾ മാറി. 3 ലക്ഷം രൂപയായിരുന്നു ഓണറേറിയമായി ആവശ്യപ്പെട്ടിരുന്നത്. ഇതിലാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മല്ലിക സാരാഭായിക്ക് വേതനമായി 2 ലക്ഷം രൂപ അനുവദിച്ചുള്ള സർക്കാർ ഉത്തരവ്. സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കിയായിരുന്നു നിയമനം. ഓണറേറിയം ഇനത്തിൽ 1.75 ലക്ഷം രൂപയും ഓഫീസ് ചെലവുകൾക്കായി 25,000 രൂപയും അടക്കം 2 ലക്ഷം രൂപ വീതം പ്രതിമാസം നൽകാനാണ് സാംസ്കാരിക വകുപ്പ് ഉത്തരവ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയിൽ ഇത്രയും ഭീമമായ തുക CPM-ന്റെ സഹയാത്രി എന്ന നിലയിൽ മാത്രം മല്ലിക സാരാഭായി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായ അധികാര ദുർവിനിയോഗമാണ്. അതുകൊണ്ട് കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മല്ലിക സാരാഭായിയെ നീക്കം ചെയ്യണമെന്നും ഗവർണർക്ക് ചാൻസലർ പദവി നൽകണം എന്നുള്ളതാണ് അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ പ്രതിഫലമായി അനുവദിച്ചത്. മുൻകാല പ്രാബല്യത്തിൽ കുടിശ്ശിക ഓണറേറിയവും അലവൻസുകളും കൂടി അനുവദിച്ചാൽ 1/2 കോടിയോളം രൂപയെങ്കിലും നൽകേണ്ടതായി വരും. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.